പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ചൈനയിലെ സാക്കോ ബ്രാൻഡ് ഇറക്കുന്ന ഒരു സൺപോളോ സീരീസിൽ വരുന്ന ഒരു ഇൻവെർട്ടറാണ്. അപ്പോൾ ഈ ഇൻവെർട്ടർ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ ഇവിടെ പരിചയമുള്ള ഇൻവെർട്ടർ ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ മോഡൽ ഇവിടെ 1,00,000 രൂപയ്ക്കൊക്കെ പല കമ്പനികളും വിൽക്കുന്നുണ്ട്. ജസ്റ്റ് പേര് മാത്രം മാറ്റിയിട്ട്. ഇത് നമുക്ക് അതിൻ്റെ ഹൈ എൻഡ് മോഡലാണിത്. അതായത് DC ഔട്ട്പുട്ട് വരുന്ന മോഡലാണ്. അപ്പോൾ ഈ മോഡലിന് ഇവിടെ നമുക്കായത് ഒരു 49,000 രൂപയേ ആയിട്ടുള്ളൂ. 49,000 50,000-നകത്തേ ആയിട്ടുള്ളൂ. ഇമ്പോർട്ട് ഡ്യൂട്ടി എല്ലാ ചാർജസും അടക്കം. നമുക്കിപ്പോൾ ഇനി കൂടുതൽ ഡീറ്റെയിൽസ് വഴിയെ പറയാം. ഇത് അലിബാബയിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ എങ്ങനെ വാങ്ങിച്ചു എന്നുള്ളതിൻ്റെയും ചാറ്റും ഡീറ്റെയിൽസൊക്കെ കാണിക്കാം. ഇനി നമുക്ക് ഇൻവെർട്ടറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പോൾ ഇൻവെർട്ടർ മുകളിലാണ് മൗണ്ടിങ് ഓപ്ഷൻസ് അവർ തന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ബാക്കി കണക്ഷൻസ് എല്ലാം വരുന്നത്. വാൾ മൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് താഴെ ഭാഗത്ത് നിന്ന് കണക്ട് ചെയ്യാനായിരിക്കും എളുപ്പം. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ എയർ വെൻറ്റ് ഇൻടേക്കുകൾ മാത്രമാണ് വരുന്നത്. ആ ഫിൽറ്ററുകൾ നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റും. റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്തിടുന്നതിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ താഴെ നമുക്ക് ആദ്യമായിട്ട് ഇൻപുട്ട് ബ്രേക്കർ കാണാൻ പറ്റും. പിന്നെ AC ഇൻപുട്ട് ഔട്ട്പുട്ട് എടുക്കാനുള്ള പ്രൊവിഷൻസും പിന്നെ പാരൽ കാർഡിൻ്റെതും പിന്നെ DC 12 വോൾട്ട് 10 ആംപിയർ എടുക്കാൻ പറ്റുന്ന കണക്ഷൻസും NO-NC കണക്ഷൻസ് USB പിന്നെ ബാക്കി കമ്മ്യൂണിക്കേഷൻ കണക്ഷൻസ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഈ 2 സ്ക്രൂസ് നമുക്ക് റിമൂവ് ചെയ്താലേ നമുക്ക് അകത്ത് PV ഇൻപുട്ടും ബാറ്ററി കണക്ഷൻസും കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് കാണാൻ പറ്റും. ഇതിൻ്റെ സൈഡിലായിട്ടാണ് അവർ അതിൻ്റെ സ്പെക്ക് പറഞ്ഞിരിക്കുന്നത്. ഇത് 500 വോൾട്ട് വരെ VOC സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻവെർട്ടറാണ്. ഇത് അത്യാവശ്യം നല്ല ചെറിയ വോൾട്ട് മുതൽ തന്നെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഒരു 90 വോൾട്ട് മുതൽ തന്നെ ഇത് ട്രാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് താഴേക്ക് സ്ലൈഡ് ചെയ്താണ് നമുക്ക് ഓപ്പൺ ചെയ്യുന്നത്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈഡിലെ കമ്മ്യൂണിക്കേഷൻ കേബിൾ ഡിസ്കണക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ശകലം ഒന്ന് സ്ലൈഡ് ചെയ്ത ശേഷം കമ്മ്യൂണിക്കേഷൻ കേബിൾ ഒന്ന് ഡിസ്കണക്ട് ചെയ്യുക. ഇവിടെ ആയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ കേബിളിൻ്റെ കണക്ഷൻ തിരിച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ടത്. ആ കേബിൾ ഇവിടെ താഴെ ഭാഗത്തായിട്ട് കാണിക്കാം. ആ ഒരു കേബിൾ കൃത്യമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈഫൈയും കിട്ടില്ല. ബാക്കി ആ ഒരു പോർട്ടിൽ വരുന്ന കണക്ഷൻസ് ഒന്നും വർക്ക് ചെയ്യില്ല, ഇൻക്ലൂഡിങ് BMS കണക്ഷൻ. അതൊന്നും വർക്ക് ചെയ്യാതെ വരും. പിന്നെ ഇതിൻ്റെ AC ഔട്ട്പുട്ട് കാണാൻ പറ്റും. AC ഇൻപുട്ട് ഔട്ട്പുട്ട് എടുക്കുന്ന സ്ഥലവും പിന്നെ നമ്മുടെ PV കണക്ഷൻസ് എടുക്കുന്ന സ്ഥലവും കാണാം. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ആ 12 വോൾട്ടിൻ്റെ ബോർഡിൻ്റെ കൺവെർട്ടറാണ്. പിന്നെ 2 ടെമ്പറേച്ചർ കൺട്രോൾഡ് ഫാൻസ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു ഫാനേ മിക്കവാറും സമയത്ത് ഹൈ സ്പീഡിൽ കറങ്ങാറുള്ളൂ. അടുത്തൊരു ഫാനോടെ കറങ്ങുന്നത് ടെമ്പറേച്ചർ കുറച്ച് ഓവറാണെങ്കിൽ മാത്രമേ അടുത്ത ഫാനോടെ കറങ്ങാറുള്ളൂ. പിന്നെ ഇതിലെ ടെർമിനൽസ് ഒക്കെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ടെർമിനലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്കും പോവാം. അതിന് മുമ്പ് ഞാൻ അവരുമായിട്ട് ചാറ്റ് ചെയ്ത് ഇത് വാങ്ങിയ സമയത്തുള്ള ഡീറ്റെയിൽസ് കൂടെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് കാണിക്കാം. ഇത് അവരുടെ വാങ്ങിച്ച സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള സ്പെക്കാണ് തന്നിരിക്കുന്നത് അറിയാം. നമ്മൾ അവരുടെ അടുത്ത് കൃത്യമായിട്ട് അതിൻ്റെ ഇമേജസും കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുക. ഓക്കെ. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഒരു ഇൻറ്റേർണൽ വ്യൂവിൻ്റെ ഒരു ഫോട്ടോയും കൂടെ ഞാനൊരു വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൂടെ കാണിച്ചു തരാം. അത് ജസ്റ്റ് ഇതിൻ്റെ ഇൻറ്റേർണൽ വ്യൂസ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ആ കണക്ഷൻസ് നിങ്ങൾക്ക് ആ താഴ്ഭാഗത്ത് ആ ഒരു 12 വോൾട്ട് ബോർഡിൻ്റെ കണക്ഷൻസ് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇതെങ്ങനെയാണ് ഓറിയൻറ്റേഷൻ വെച്ചിരിക്കുന്നതെന്ന്. അന്ന് നമ്മൾ ഇത് ചൈനയിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിയാണ് ചെയ്തത്. കാര്യം മസിൽഡ് കമ്പനി ഈ ഇൻവെർട്ടർ വിൽക്കുന്നത് ഏകദേശം 1,00,000 രൂപയ്ക്കൊക്കെയാണ് വിൽക്കുന്നത്. ഇത് ആ വിലയ്ക്ക് നമുക്കിത് അവിടെ പ്രൈസ് ആയത് 25,000 രൂപയ്ക്കകത്ത് ഇൻവെർട്ടറിനായി. പിന്നെ നമുക്കിവിടെ എത്തിയപ്പോൾ ഏകദേശം ടോട്ടൽ ഒരു 49,000 രൂപയായി, ഡ്യൂട്ടിയും ചാർജസും എല്ലാം അടക്കം. പിന്നെ മസിൽഡിൻ്റെത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വാറണ്ടിയോ ഗ്യാരണ്ടിയോ ഒന്നും കിട്ടാറില്ല. അവരുടെ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്നാണ് പലരുടെയും കമൻറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവരുടെ സർവീസ് വളരെ മോശമായിട്ടാണ് പല കമൻറ്റുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി വീഡിയോയുടെ താഴെയുള്ള കമൻറ്റുകൾ. പിന്നെ അടുത്ത താഴെ ഔട്ട്പുട്ടും എടുത്തിട്ടുണ്ട്. പിന്നെ പാനൽ കണക്ഷൻസ് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററി കണക്ഷൻസ് എല്ലാ കണക്ഷൻസും കൊടുത്തിട്ടുണ്ട്. എല്ലാ കണക്ഷൻസും വെരിഫൈ ചെയ്ത് കൃത്യമായിട്ട് കറക്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് വെരിഫൈ ചെയ്ത് വേണം നിങ്ങൾ ഓൺ ചെയ്യാനായിട്ട്. പിന്നെ ഇതിൽ പാരൽ ചെയ്ത് നോക്കണമെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു ഇൻവെർട്ടർ കൂടെ വേണ്ടി വരും. അതിൻ്റെ പാരൽ കേബിൾസ് അവർ തന്നത് നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നീട് എപ്പോഴും ഒരു പക്ഷേ ഭാവിയിൽ വാങ്ങേണ്ടി വന്നാൽ ഉപയോഗിക്കാം. പിന്നെ BMS കമ്മ്യൂണിക്കേഷനായിട്ട് ഇവർ ഈ തന്ന ഇതിലെ ഇമേജസാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത്. BMS കമ്മ്യൂണിക്കേഷൻ ആ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ഇൻവെർട്ടറിലെ BMS കമ്മ്യൂണിക്കേഷൻ. അതിൻ്റെ സൈഡിലായിട്ട് അവരതിൻ്റെ പ്രോട്ടോക്കോളിൻ്റെ അല്ല സോറി ഡേറ്റ കണക്ഷൻസ് എങ്ങനെയാണ് വരുന്നതെന്നുള്ള ഇൻ്റർഫേസ് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ആ യെല്ലോയിൽ ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ RS485 കമ്മ്യൂണിക്കേഷൻ ആണ് ലിയോണിക്സിൻ്റെ ബാറ്ററി ആയിട്ട് വരുന്നത്. ഇതിലല്ലാതെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വരുന്നില്ല. പിന്നെ റൈറ്റ് സൈഡിൽ ഞാൻ ആ ഒരു പച്ച റൗണ്ടിൽ കാണിച്ചിട്ടുള്ളത് അതിൻ്റെ പിൻസിൻ്റെ കണക്ഷൻസ് ആണ്. പിന്നെ നമ്മളിതിൽ ആദ്യം കണക്ട് ചെയ്ത സമയത്ത് ഇത് കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് കിട്ടിയില്ല. പിന്നെ ആ ലിഥിയം BMS എന്നുള്ളത് ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഇത് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർലി നടക്കുന്നത്. പലതിലും പല രീതിയിലായിരിക്കും. ഇതിൽ ആ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ലിഥിയം BMS എന്ന ആ ഒരു ചെറിയൊരു പോർഷൻ നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം ആ ബ്ലിങ്ക് ചെയ്യുന്ന പോർഷൻസ് ഉണ്ടെങ്കിൽ ഇത് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് കമ്മ്യൂണിക്കേഷൻ എറർ വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളതും കാണിക്കാം. അപ്പോൾ ഇതിലിപ്പോൾ ഞാനൊരു DIY കേബിൾ ആയതുകൊണ്ട് ജസ്റ്റ് അതിലെ പിൻസ് മാത്രമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിൻസ് മാത്രം കണക്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കേബിളാണ്. ഓക്കെ. അപ്പോൾ ഈ ലിയോണിക്സിൻ്റെ ബാറ്ററിയിൽ മൾട്ടി പ്രോട്ടോക്കോൾ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അത് കാരണം നമുക്കിപ്പോൾ ഇതിൽ RS485 ആയാലും ക്യാൻ ആയിരുന്നാലും നമുക്ക്
നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്രോട്ടോക്കോളിലേക്ക് കോൺഫിഗർ ചെയ്തിട്ട് അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ പൈലോൺ ടെക് ആണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പൈലോൺ ടെക് പ്രോട്ടോക്കോളും പിന്നെ ഇതിൻ്റെ ഈ കണക്ഷൻസ് എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ നമുക്ക് ചാർജിങ് പാരാമീറ്റേഴ്സ് ഒക്കെ നമുക്ക് വന്നോ എന്നുള്ളത് മൊബൈലിൽ ചെക്ക് ചെയ്യാനാണല്ലോ എളുപ്പം. ഇപ്പം ഫ്ലോട്ട് ചാർജിങ്ങും CC കാര്യങ്ങളൊക്കെ ഇതിൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അതായത് CV ചാർജിങ്ങിൻ്റെ വോൾട്ട് 57.6 ബാറ്ററിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ ആപ്പിൽ എടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതവരുടെ തന്നെ ബിൽറ്റ് ഇൻ ആപ്പാണ്. ബിൽറ്റ് ഇൻ വൈഫൈയിൽ വർക്ക് ചെയ്യുന്ന ആപ്പാണ്. ഇവരുടെ ഡേറ്റ ലോഗർ സ്മാർട്ട് യൂസേഴ്സ് വെച്ച് വർക്ക് ചെയ്യുന്നൊരു ലോഗറും കൂടെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇത് ജസ്റ്റ് ആദ്യത്തെ പ്രാവശ്യം കമ്മ്യൂണിക്കേഷൻ ഇനിഷ്യേറ്റ് ആയില്ലെങ്കിലാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഇടയ്ക്കൊരു 61 എററും വരും നമ്മൾ കമ്മ്യൂണിക്കേഷൻ കേബിൾ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ. അത് നമുക്ക് കാണിക്കാം. കമ്മ്യൂണിക്കേഷൻ കേബിൾ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ അത് എത്ര നേരം കഴിഞ്ഞാണ് എടുക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ സൈഡിലായിട്ട് മാനുവലിൻ്റെ ഈ ബാറ്ററി ടൈപ്പ് സെലക്ട് ചെയ്യേണ്ട ഭാഗമാണ് കാണിച്ചിരിക്കുന്നത്. സെറ്റിംഗ്സ് നമ്പർ 14 ബാറ്ററി ടൈപ്പ് മാറ്റേണ്ടത്. ഇപ്പോൾ കേബിൾ കണക്ട് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബാറ്ററി വോൾട്ട് ഇവിടെ കാണിക്കുന്നത് 53.8 നമുക്കത് ബാറ്ററിയിലും ക്രോസ് ചെക്ക് ചെയ്യാം. ബാറ്ററിയിൽ 53.8 ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യാം. ഇതേ സ്റ്റാറ്റസ് തന്നെയാണ് നമുക്ക് ഇൻവെർട്ടറിലും കിട്ടുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഇൻവെർട്ടറിൻ്റെ ഈ ബിൽറ്റ് ഇൻ വൈഫൈ എന്നാണ് ഇപ്പോൾ ഈ മൊബൈലിൽ ഈ സ്റ്റാറ്റസ് കാണിച്ചിരിക്കുന്നത്. 53.8. ഓക്കെ, ഇവിടെ ഇപ്പോൾ 53.8 തന്നെയാണുള്ളത്. ഓക്കെ, ഇപ്പോൾ ശകലം കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വാല്യൂ തീർച്ചയായിട്ടും അപ്പുറത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ആ മാനുവലിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന പോലെ പൈലോൺ ടെക് ആണ് സെലക്ട് ചെയ്യേണ്ടത്. സെറ്റിംഗ്സ് നമ്പർ 14 ഈ ബാറ്ററി ടൈപ്പ് വരുന്നത്. അപ്പോൾ അതിൽ പൈലോൺ ടെക് ആക്കിയാൽ മാത്രമേ ഇത് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. പിന്നെ മറ്റുള്ള ബാറ്ററിയുടെ സ്റ്റാറ്റസും അത് അവിടെ സൈഡിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ വേറെ ഏതെങ്കിലും ബാറ്ററിയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കി പാരാമീറ്റേഴ്സ് നമുക്കിവിടെ ഈ മൊബൈലിലും ചെക്ക് ചെയ്യാൻ പറ്റും, ഇൻവെർട്ടറിലും ഡയറക്റ്റ് ചെക്ക് ചെയ്യാൻ പറ്റും. ലിഥിയം ബാറ്ററി കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഇൻവെർട്ടറുകളിൽ മിക്കവാറും സ്റ്റാൻഡേർഡായിട്ട് അവർ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഥിയം ഓപ്ഷനിലേക്ക് മാറ്റിയിട്ട് BMS കമ്മ്യൂണിക്കേഷൻ സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് BMSൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ചായിരിക്കും വാല്യൂസ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. ഇവിടെ അത് കമ്മ്യൂണിക്കേഷൻ സക്സസ് ആണെന്നുള്ളത് കാണിക്കാനായിട്ട് ആ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട്, ലൈറ്റ് അല്ല, ആ ഒരു ലിഥിയം BMS ഉള്ള ഓപ്ഷൻ ബ്ലിങ്ക് ചെയ്യുന്നതായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. പല ഇൻവെർട്ടറിലും പല രീതിയിലായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഈ കേബിൾ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കേബിൾ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര നേരം എടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ഡിസേബിൾ ആയി എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ മുകളിൽ ടൈമർ കാണിച്ചിരിക്കുന്നത് അതിനാണ്. ഇപ്പോൾ ഇത് ആ ഒരു എറർ കാണിച്ചിട്ടുണ്ട്. അതായത് ഇതിപ്പോൾ BMS കമ്മ്യൂണിക്കേഷൻ ലോസ് ആയി എന്നുള്ള കാര്യം അത് ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. അത് ഡിറ്റക്റ്റ് ആയി കഴിയുമ്പോൾ ആ ലൈറ്റ് സ്റ്റേബിളായി നിൽക്കുകയാണ്. ഇതിപ്പോൾ തിരിച്ച് കണക്ട് ചെയ്യുമ്പോൾ എത്ര നേരം എടുക്കുന്നുണ്ടെന്നുള്ളതും നമുക്ക് നോക്കാം. ഇപ്പോൾ ലിഥിയം BMSൻ്റെ ലൈറ്റ് ഇപ്പോൾ വീണ്ടും ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ കമ്മ്യൂണിക്കേഷൻ ത്രൂ ആയിട്ടില്ല. ലിഥിയം BMSൻ്റെ കമ്മ്യൂണിക്കേഷൻ ത്രൂ ആകാത്തതുകൊണ്ടാണ് 61 എറർ ഇതിൽ കാണിക്കുന്നത്. പല ഇൻവെർട്ടറിലും പല എറർ കോഡായിരിക്കും കാണിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം 12 സെക്കൻഡ് ആയിട്ടുണ്ട് കണക്ട് ചെയ്ത ശേഷം. ഞാനിവിടെ താഴെ ടൈമർ കാണിച്ചിട്ടുണ്ട്. ടൈമർ വെച്ചിട്ട് ഏകദേശം എത്ര സമയം എടുക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. ഇത് ഏകദേശം ഒരു 1 മിനിറ്റ് അടുപ്പിച്ച് സമയം ആണ് ഇത് എടുക്കുന്നത് തിരിച്ച് ഇത് കണക്റ്റായി വീണ്ടും ഒന്ന് സിങ്കായി വരാനായിട്ട്. അവിടെ മുകളിൽ ലിഥിയം ബാറ്ററി എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു ഐക്കൺ ഇപ്പോഴും ബ്ലിങ്ക് ചെയ്യുന്നില്ല. അത് ലിഥിയം ബാറ്ററി കമ്മ്യൂണിക്കേഷൻ കിട്ടാത്തത് കൊണ്ടാണ് ആ ഒരു ലൈറ്റ് ബ്ലിങ്ക് ആവാതെ നിൽക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ത്രൂ ആയി കഴിയുമ്പോൾ അത് ബ്ലിങ്ക് ആവും. അതായത് ഇപ്പോൾ ഇതിൻ്റെ കളറും മാറിയിട്ടുണ്ട്, ആ ലൈറ്റും ബ്ലിങ്ക് ആവുന്നുണ്ട്. ഏകദേശം നമുക്കൊരു 53-54 സെക്കൻഡ്, 1 മിനിറ്റിനകത്തുള്ള സമയമാണ് നമുക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എറർ വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാലും ക്ലിയറായി വരാനായിട്ട് എടുക്കുന്ന സമയം. ഇപ്പോൾ അതായത് ബാറ്ററിയിൽ ഉള്ള അതേ വോൾട്ടും സ്റ്റാറ്റസും അവിടെ കിട്ടുന്നുണ്ട്. 53.8 വോൾട്ടാണ് ബാറ്ററിയിൽ. അത് ഏകദേശം ഇത് 53.8 കാണിക്കുന്ന കാര്യം 57.5 മുകളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എന്തായാലും 58 കാണിക്കുള്ളൂ. കാര്യം ഇത് റൗണ്ട് ഫിഗർ ആയിട്ട് സിംഗിൾ ഡിജിറ്റ് ഇതിൽ കാണിക്കുന്നുള്ളൂ. ബാറ്ററിയിൽ ഡബിൾ ഡിജിറ്റ് കാണിക്കുന്നുണ്ട്. ആ ഒരു വ്യത്യാസം മാത്രമാണ് ഇതിൽ വരുന്നത്.